കുടുംബ തർക്കത്തിനിടെ ഭാര്യാമാതാവിനെ മരുമകൻ കൊലപ്പെടുത്തിയെന്ന ഒട്ടേറെ വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ ഭാര്യ മരിച്ചതിന്റെ മനോവിഷമത്തിൽ അമ്മായിയമ്മയെ കൊലപ്പെടുത്തിയ ശേഷം മരുമകൻ ജീവനൊടുക്കിയ ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു കേസിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞു. തിരുവനന്തപുരം കോവളത്താണ് 76-കാരിയെ കൊലപ്പെടുത്തിയ ശേഷം മരുമകൻ തൂങ്ങി മരിച്ചത്. വണ്ടിത്തടത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന സാബുലാൽ, പാൽക്കുളങ്ങര സ്വദേശിനി ശ്യാമള എന്നിവരാണ് മരിച്ചത്. ഭാര്യയുടെ വേർപാട് തന്നെ തളർത്തി, ഇനി പിടിച്ചു നിൽക്കാനാകില്ല എന്ന് സാബുലാലിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. സാബുലാലിന്റെ ഭാര്യ റീന അർബുദം ബാധിച്ച് ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ജൂൺ 3-ന് മരിച്ചിരുന്നു. ഭാര്യയുടെ മരണം സാബുലാലിനെ തളർത്തിയിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു. ഭാര്യയുടെ അമ്മ 76-കാരി ശ്യാമളയെ കിടപ്പുമുറിയിൽ വെച്ച് പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ച് കഴുത്ത് മുറുക്കി കൊലപ്പെടുത്തിയ ശേഷം സാബുലാൽ തൂങ്ങി മരിച്ചെന്നാണ് പോലീസിന്റെ നിഗമനം. പുലർച്ചെ 4-ന് സാബുലാൽ ഭാര്യയുടെ ബന്ധുവായ ബിന്ദുവിന് 8 പേജുള്ള ആത്മഹത്യാക്കുറിപ്പ് വാട്സാപ്പിൽ അയച്ചിരുന്നു. ഭാര്യയുടെ വേർപാട് തന്നെ തളർത്തി, ഇനി പിടിച്ചു നിൽക്കാനാവില്ല, അതിനാൽ അമ്മയെയും കൂടെ കൂട്ടുന്നു. ഇങ്ങനെയാണ് കുറിപ്പിലുണ്ടായിരുന്നത്. അടുത്ത സുഹൃത്തായ ശ്രീകാന്തിനും ഇത് അയച്ചു കൊടുക്കണമെന്ന സന്ദേശത്തിൽ പറഞ്ഞിരുന്നു. രാവിലെ 7-ഓടെയാണ് ബിന്ദു സന്ദേശം കാണുന്നത്. ഉടൻ സാബുലാലിനെ വിളിച്ചെങ്കിലും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. വീട്ടുജോലിക്കാരി ബീനയെ വിളിച്ചറിയിച്ചതോടെ ഇവരെത്തി പരിശോധിച്ചപ്പോഴാണ് മരണവിവരം അറിഞ്ഞത്. വീടിന്റെ വാതിലുകൾ കുറ്റിയിടാതെ ചാരിയിട്ടിരിക്കുകയായിരുന്നു. താഴത്തെ മുറിയിലായിരുന്നു ശ്യാമളയുടെ മൃതദേഹം. മുകളിലത്തെ മുറിയിലാണ് സാബുലാലിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. 7 മണിയായില്ലേ ബിന്ദുട്ടി വിളിച്ചപ്പോൾ? 7 മണി. ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്, നമ്മളങ്ങ് വേഗം ഉണ്ടാക്കി. 2.5 വർഷമായി. മക്കളില്ല. ഭാര്യ മരിച്ചു. അവൾ ഇന്നലെ 1 മാസമായി. ക്യാൻസർ പേഷ്യൻ്റ്. ഇവിടെ വന്നിട്ട് ഈ ഓണത്തിന് 3 വർഷമാവും. അമ്മായി അമ്മാവനില്ല, അമ്മയാണുള്ളത്. റീനയുടെ കോവളം SHO സജീവ് ചെറിയാൻ, SI-മാരായ സുരേഷ് കുമാർ എന്നിവരുൾപ്പെട്ട പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഫോറൻസിക് ഉദ്യോഗസ്ഥരും തെളിവുകൾ ശേഖരിച്ചു. ഇൻക്വസ്റ്റിന് ശേഷം മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടന്നുവരുന്നതായി പോലീസ് പറഞ്ഞു. ന്യൂസ് 18 നെയ്യാറ്റിൻകര.